നമസ്കാരം, ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സ്പെയിനിലേക്കുള്ള തന്റെ അപ്പസ്തോലിക പര്യടനത്തിന്റെ 3-ാം ദിവസമായ തിങ്കളാഴ്ച വൈകുന്നേരം മാഡ്രിഡിലെ പ്രശസ്തമായ സാന്റിയാഗോ ബെർണബ്യൂ സ്റ്റേഡിയത്തിൽ ഒത്തുകൂടിയ 80,000-ഓളം വരുന്ന വിശ്വാസി സമൂഹത്തെ ലിയോ 14 മാർപ്പാപ്പ അഭിസംബോധന ചെയ്തു. വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു നഗരത്തിന്റെ ഹൃദയത്തോട് സംസാരിക്കുവാൻ കെൽപ്പുള്ള പ്രത്യാശയുടെ സമന്വയമായി കത്തോലിക്കർ മാറണമെന്ന് ലിയോ 14 മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. പ്രാദേശിക സഭയുടെ വൈവിധ്യമാർന്ന ശബ്ദങ്ങൾ പ്രഘോഷിക്കുന്ന ഒരു വലിയ ആഘോഷമായി ഈ ഒത്തുചേരൽ മാറി. ആഫ്രിക്കൻ രാജ്യമായ മൊസാംബിക്കിലെ കെലിമാനെ രൂപത അധ്യക്ഷനും ബേറ അതിരൂപതയുടെ അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്ററുമായ ബിഷപ്പ് ഒസോറിയോ സിഥോറ അൽഫോൻസോ തന്റെ ഔദ്യോഗിക വസതിയിൽ വെടിയേറ്റ് മരിച്ചു. ശനിയാഴ്ച പുലർച്ചെയാണ് മൊസാംബിക് സഭയെയും ആഗോള കത്തോലിക്ക സമൂഹത്തെയും ഒരുപോലെ കണ്ണീരിലാഴ്ത്തിയ ഈ ക്രൂരമായ കൊലപാതകം നടന്നത്. ബിഷപ്പിന്റെ നെഞ്ചിലും ഹൃദയത്തിലും ഒന്നിലധികം തവണ വെടിയേറ്റതായാണ് പ്രാഥമിക വിവരം. സ്പെയിനിൽ അപ്പസ്തോലിക പര്യടനത്തിലുള്ള ലിയോ 14 മാർപ്പാപ്പ ബിഷപ്പിന്റെ മരണവാർത്ത അതീവ ദുഃഖത്തോടെയാണ് സ്വീകരിച്ചതെന്ന് വത്തിക്കാൻ പ്രസ് ഓഫീസ് അറിയിച്ചു. ഇതൊരു ഗുരുതരമായ അക്രമ പ്രവർത്തനമാണെന്ന് ലിയോ പാപ്പ വിശേഷിപ്പിച്ചു. മൊസാംബിക്കിലെ ജനങ്ങളുടെയും സഭയുടെയും ഈ വലിയ ദുഃഖത്തിൽ താനും പ്രാർത്ഥനയോടെ പങ്കുചേരുന്നതായി മാർപ്പാപ്പ വ്യക്തമാക്കി. വത്തിക്കാൻ പ്രസ് ഓഫീസ് ഡയറക്ടർ മത്യു ബ്രൂണിയാണ് പാപ്പയുടെ ഈ സന്ദേശം പുറത്തുവിട്ടത്. ഗ്വാട്ടിമാലയിലെ സഗാപ്പ രൂപതയിൽ പുതിയ മെത്രാനെ നിയമിക്കുന്നത് വരെയുള്ള താൽക്കാലിക ഭരണ ചുമതലയ്ക്കായി ഫാദർ എൽഡർ മരിയാനോ പിനേഡയെ തിരഞ്ഞെടുത്തു. രൂപത കൺസൾട്ടർമാരുടെ സമിതിയാണ് ജൂൺ 8 യോഗം ചേർന്ന് ഇദ്ദേഹത്തെ പുതിയ അഡ്മിനിസ്ട്രേറ്ററായി ഔദ്യോഗികമായി തിരഞ്ഞെടുത്തത്. മെത്രാൻ സ്ഥാനം ഒഴിഞ്ഞുകിടക്കുന്ന സാഹചര്യത്തിലാണ് രൂപതയുടെ ദൈനംദിന ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്നതിനായി കത്തോലിക്ക സഭയുടെ കാനോൻ നിയമപ്രകാരം പുതിയ അഡ്മിനിസ്ട്രേറ്ററെ നിയോഗിച്ചിരിക്കുന്നത്. പുതിയ ദൗത്യം ഏറ്റെടുത്ത തങ്ങളുടെ പ്രിയപ്പെട്ട ഇടയനു വേണ്ടി സഗാപ്പ രൂപതാ സമൂഹം പ്രാർത്ഥനകൾ അർപ്പിച്ചു. നിയോ കാറ്റക്യൂമൻ കൂട്ടായ്മയുടെ ഭാഗമായ 4 വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള യുവാക്കളാണ് ജെറുസലേമിലെ ലത്തീൻ പാത്രിയാർക്കീസ് കർദിനാൾ പിയർ ബാറ്റിസ്റ്റ പിറ്റ്സബെല്ല പൗരോഹിത്യം നൽകിയത്. കൊളംബിയ, കോസ്റ്ററിക്ക, ഗ്വാട്ടിമാല, ഇറ്റലി എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് പുതിയതായി തിരുപ്പട്ടം സ്വീകരിച്ച വൈദികർ. ഗലീലയിലെ റിഡംതോറിസ് മാത്തർ മിഷണറി സെമിനാരിയിൽ വൈദിക പരിശീലനം പൂർത്തിയാക്കിയവരാണിവർ. വിശുദ്ധ നഗരമായ ജെറുസലേമിൽ വെച്ച് നടന്ന പ്രാർത്ഥനാ നിർഭരമായ തിരുക്കർമ്മങ്ങളിൽ നിരവധി വൈദികരും സമർപ്പിതരും വിശ്വാസികളും പങ്കെടുത്തു. പെറുവിയൻ പൗരത്വമുള്ള ലിയോ 14 മാർപ്പാപ്പയുടെ ചരിത്രപരമായ പെറു സന്ദർശന തീയതി പ്രഖ്യാപിച്ചു. നവംബർ 10 ലിയോ 14 പാപ്പ രാജ്യത്ത് എത്തിച്ചേരുമെന്നും പെറുവിന്റെ ഇടക്കാല പ്രസിഡന്റ് ഹൊസെ മരിയ ബാൽക്കാസർ ഔദ്യോഗികമായി അറിയിച്ചു. പെറുവിയൻ കോൺഗ്രസ് ആസ്ഥാനത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് പ്രസിഡന്റ് ഈ വാർത്ത പുറത്തുവിട്ടത്. മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം തന്റെ സ്വന്തം ജന്മനാട്ടിലേക്ക് നടത്തുന്ന ആദ്യ ഔദ്യോഗിക സന്ദർശനം കൂടിയാണിത് എന്നതിനാൽ വലിയ ആവേശത്തോടെയാണ് പെറുവിയൻ ജനതയും ആഗോള സഭയും ഈ പ്രഖ്യാപനത്തെ സ്വീകരിച്ചിരിക്കുന്നത്. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.